പൊട്ടശ്ശേരി തിരുമേനി ചുണ്ടി വന്ന് ഒരു പള്ളിയിലോ ഒരു സ്ഥലത്തോ വെച്ചിട്ട് ഒരാളിനെയും ആക്രോശിക്കുകയോ ഒരൊറ്റ പാഴ്വാക്ക് പൊട്ടശ്ശേരി തിരുമേനിയുടെ വായിൽ നിന്ന് വന്നതായിട്ട് ചരിത്രത്തിലില്ല. ഒരൊറ്റ ബേസ് വേർഡ് തിരുമേനിയുടെ വായിൽ നിന്ന് വന്നില്ല. തന്നെയുമല്ല, തിരുമേനിയുടെ കൺവേർഷൻസ് ഭയങ്കര അത്ഭുതമാണ്. തിരുമേനിയെ കൊല്ലാൻ വേണ്ടി ഒരു കൊലപാതകയെ വിട്ടു. അവൻ ഏണിയെല്ലാം കയറി മേളിൽ ചെന്നപ്പോൾ തിരുമേനി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അവന്റെ മൊഴി പോലീസിന് കിട്ടിയത് ഞാൻ വായിച്ചിട്ടുണ്ട്. അവന്റെ മൊഴി അവൻ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. തിരുമേനിയുടെ തലയുടെ ചുറ്റും ഒരു പ്രഭാവലയം. തിരുമേനിയെ കറക്റ്റ് കാണാൻ പറ്റാതെ എൻ്റെ കണ്ണിന് മങ്ങൽ ഉണ്ടായിന്നാണ്. അവസാനം അവൻ മാനസാന്തരപ്പെട്ട് തിരുമേനിയുടെ അനുഗ്രഹം പിന്നീട് ഒന്ന് വാങ്ങിച്ചു. അവനാണ് പോലീസിൽ മൊഴി കൊടുത്തത്. അവനെ കൊല്ലാൻ വിട്ട കഥയല്ല. അപ്പൊ കൊല്ലാൻ വന്നവനെ കൺവേർട്ട് ചെയ്യാൻ തിരുമേനിക്ക് പറ്റിയെന്നുള്ളതാണ്. ഇത് സാധാരണക്കാർക്ക് പറ്റുന്നൊരു കാര്യമല്ല. അതിന് ഓപ്പണന്റിനെ കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഒരു പള്ളിയിൽ തിരുമേനി ചെല്ലുമ്പോൾ ശാരീരികമായി ഒന്ന് ആക്രമിക്കണമെന്നൊരു അച്ഛനും ഒരച്ഛൻ്റെ കൂടെ നിൽക്കുന്ന ആളോട് തീരുമാനിച്ചു. തിരുമേനി വരുന്ന മീറ്റിങ്ങിന് അവര് വണ്ടിയിൽ വന്നു. വരുന്ന വഴിക്ക് ആ വണ്ടിക്ക് ആക്സിഡൻ്റായി. രണ്ടുപേർക്കും പരിക്ക് പറ്റി ആശുപത്രിയിലെത്തി. തിരുമേനി ആശുപത്രി ചെന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ആശുപത്രി പോകാൻ തുടങ്ങിയ എല്ലാവരും പറഞ്ഞു പോകരുത്, തിരുമേനിയെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി യുവമാർ രണ്ടെണ്ണം വന്നെന്ന്. അതൊക്കെ വേറെ കാര്യം, അതൊക്കെ ദൈവം നോക്കിക്കോളും. തിരുമേനി പോയി അവരോട് പ്രാർത്ഥിച്ച് ആ രണ്ടുപേരുടെയും ചെലവ്, മെഡിക്കൽ എക്സ്പെൻസസ് മുഴുവൻ പൊട്ടശ്ശേരി തിരുമേനി നിർവഹിച്ചു. ഇവിടെയാണ് ഒരു മനുഷ്യന്റെ മഹത്വം എന്ന് പറയുന്നത്. ഒരു തിരുമേനി അദ്ദേഹത്തെ അറ്റാക്ക് ചെയ്യാൻ വന്ന അച്ഛനെയും കൂടെ വന്ന ആളിനെയും പരിക്ക് പറ്റിയ ആശുപത്രിയിൽ ചെന്ന് ചികിത്സിച്ചൊന്നും പ്രാർത്ഥിച്ചൊന്നും മാത്രമല്ല, അതിന്റെ മുഴുവൻ ചെലവും സഭയുടെ പേരിൽ ചെലവഴിച്ചു. പൊട്ടശ്ശേരി തിരുമേനിയുടെ വലിയ ഗുണങ്ങളിലൊന്നായിരുന്നു ചരിത്രത്തെ സ്വാംശീകരിച്ച് ആ ചരിത്രത്തെ മനസ്സിലാക്കുക എന്നുള്ളത്. പൊട്ടശ്ശേരി തിരുമേനിയുടെ ഡയറി വളരെ പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കുന്ന ഒന്നാണ്. ആ ഡയറിയിൽ അടുത്ത ഒരാഴ്ച വരാൻ പോകുന്ന പ്രസംഗങ്ങളെ പറ്റി കൃത്യമായി ലിസ്റ്റ് ചെയ്ത ശേഷം അതേത് പള്ളിയിലാണ്, എന്താണ് ആ ഫങ്ഷൻ, അതിന് കണക്റ്റഡ് ആയിട്ടുള്ള വേദപുസ്തക ഭാഗം ഏതാണ് എന്ന് കൃത്യമായി ലിസ്റ്റ് ചെയ്ത് അതിനുശേഷമാണ് പൊട്ടശ്ശേരി തിരുമേനിയുടെ പ്രസിദ്ധമായ പ്രസംഗങ്ങൾ. പൊട്ടശ്ശേരി തിരുമേനിയുടെ പ്രസിദ്ധങ്ങളായ 8 പ്രസംഗങ്ങൾ ശൗമേൽ ചന്ദനപ്പള്ളി ക്രോഡീകരിച്ച് പബ്ലിഷ് ചെയ്യുകയുണ്ടായി. ആ പ്രസംഗങ്ങൾ വായിക്കുമ്പോൾ വളരെ അമ്പരപ്പോടുകൂടി നമ്മൾ കാണുകയാണ്, വളരെ വ്യക്തമായി 2000 കൊല്ലത്തെ ഈ സഭയുടെ ചരിത്രത്തെ മനസ്സിലാക്കിയ ശേഷം അതിനെ അപഗ്രഥിച്ച് നമുക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ പ്രസംഗിക്കാൻ പൊട്ടശ്ശേരി തിരുമേനി ശ്രമിക്കുന്ന ആ ശ്രമം, പ്രാദേശികമായ ചരിത്രവും വേദപുസ്തകത്തിൻ്റെ ചരിത്രവും സഭയുടെ ചരിത്രവും കൂടി സമ്മിശ്രമായിട്ടാണ് പൊട്ടശ്ശേരി തിരുമേനി അത് അവതരിപ്പിക്കുന്നത്. ആ പ്രസംഗങ്ങൾ ഓരോന്നും വായിക്കുമ്പോൾ വളരെ ശ്രദ്ധാപൂർവം നമ്മൾ ആ ചരിത്രത്തിൻ്റെ ആധികാരികതയെ മനസ്സിലാക്കുകയാണ്. ആ ആധികാരികതയെ മനസ്സിലാക്കുമ്പോൾ അത് വ്യക്തമായി നമുക്ക് പറഞ്ഞു തരുന്നത് ഒരു മഹാൻ എഴുതുന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളിലൂടെയാണ്. പൊട്ടശ്ശേരി തിരുമേനിയുടെ പ്രസിദ്ധീകൃതമായിട്ടുള്ള കൃതികൾ സാഹിത്യ ഭംഗി കൊണ്ടും അതിൻ്റെ ഡെപ്ത് കൊണ്ടും നമ്മളെ അമ്പരപ്പിക്കുകയാണ്. പൊട്ടശ്ശേരി തിരുമേനി മഹാനായ ശ്രീനാരായണ ഗുരുദേവൻ ജനിച്ച് ഒരു 2 വർഷം കഴിഞ്ഞ് ജനിക്കുകയും മഹാനായ ശ്രീനാരായണ ഗുരുദേവൻ മരിച്ച് പിന്നെ ഒരു 6 വർഷം കൊണ്ട് ജീവിച്ചിരിക്കുകയും ചെയ്തു. ശ്രീനാരായണ ഗുരുദേവനും അയ്യങ്കാളിയും പൊട്ടശ്ശേരി തിരുമേനിയും സമകാലീനരായിരുന്നു. ഈ 3 മഹാന്മാരുടെയും പ്രവർത്തനങ്ങളെ ക്രോഡീകരിച്ച് മനസ്സിലാക്കുമ്പോഴാണ് ഇവർ 3 പേരും എങ്ങനെ ചരിത്രത്തെ സ്വാംശീകരിച്ചുവെന്നും ഈ സമൂഹത്തിൽ എങ്ങനെ മാറ്റം വരുത്തിയെന്നും കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. പക്ഷെ പൊട്ടശ്ശേരി തിരുമേനിയുടെ മതോപദേശ സാരം നിങ്ങളോടൊന്ന് വായിച്ചു നോക്കുക. ഇത്ര ബൃഹത്തായ മതങ്ങളുടെ സാരങ്ങളെ എടുത്തിട്ട് വളരെ ലഘുവായ ഭാഷയിൽ അദ്ദേഹത്തിന് സംഗ്രഹിച്ച് അത് ക്രിസ്ത്യാനികളും ക്രിസ്ത്യാനികളും അല്ലാത്തവർക്കും വായിച്ചാൽ ഒരൊറ്റ ആളിന് പോലും എതിർപ്പ് കൊണ്ടാകാത്ത രീതിയിൽ ആ പുസ്തകം രചിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ ആ പുസ്തകം വായിച്ച് വാസ്തവത്തിൽ അമ്പരന്ന് പോയി. ഞാൻ വായിച്ചിട്ടുള്ള നിരവധി പുസ്തകങ്ങളെ അദ്ദേഹം വായിച്ചിരിക്കുന്നു. അദ്ദേഹം അത് കൃത്യമായി സംഗ്രഹിച്ച് എല്ലാവർക്കും സമഭാവനോട് മനസ്സിലാക്കത്തക്ക രീതിയിൽ അതിനെ സമാഹരിച്ചിരിക്കുകയാണ്. ഇത് അതിഗംഭീരമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒന്നാണ്. പരിശുദ്ധ പൊട്ടശ്ശേരി തിരുമേനി
വിശുദ്ധ കുർബാനയ്ക്ക് വരുത്തിയ 2-3 മാറ്റങ്ങൾ വളരെ ശ്രദ്ധാപൂർവം മനസ്സിലാക്കാൻ പറ്റുകയാണ്. അതിനു മുമ്പ് മലങ്കര സഭയിൽ ഇല്ലാത്ത 3 ഭാഗം നമ്മുടെ വിശുദ്ധ കുർബാനയിൽ അദ്ദേഹം ചേർത്തു. തിരുമേനി ആദ്യം ചെയ്തത് കുക്കീലിയോൻ എന്ന് പറയുന്നൊരു ഭാഗം എഴുതിയുണ്ടാക്കി വളരെ സുന്ദരമായി നമ്മുടെ വിശുദ്ധ കുർബാനയിൽ ചേർത്തു. ഭൂവിലെ ശേഷം എന്ന് പറഞ്ഞ് ശിഷ്യന്മാർക്ക് ശേഷം സഭയ്ക്ക് സംഭവിച്ച കാര്യങ്ങളെ കൃത്യമായി അവലോകനം ചെയ്ത ഒരു ഗാനം വിശുദ്ധ കുർബാനയുടെ ഭാഗമായി ഒട്ടശ്ശേരി തിരുമേനി ചേർക്കുകയാണ്. അപ്പോൾ ഭൂവിലെ ശേഷം, സുവിശേഷത്തിന് ശേഷം ഓരോ ഭൂഖണ്ഡത്തിലും സംഭവിച്ച കാര്യങ്ങളും അതിൽ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ പറ്റി വളരെ ഗഹനമായ ഐഡിയയാണ് ആ ഗാനത്തിൽ ചേർത്തിരിക്കുന്നത്. ആ ഗാനം വായിക്കുമ്പോഴാണ് അതിൻ്റെ ശ്രദ്ധേയമായ അംശം മനസ്സിലാക്കുക. എന്നാൽ ഏറ്റവും ഗംഭീരം ഒട്ടശ്ശേരി തിരുമേനി വിശുദ്ധ കുർബാനയിൽ ചേർത്ത പൗലോസോസ്ലിയ ധന്യൻ ചൊന്നേൻ എന്ന് പറയുന്ന ഗാനമാണ്. ആ ഗാനത്തിലാണ് സത്യവിശ്വാസം പറയാൻ പോകുന്ന ഒട്ടശ്ശേരി തിരുമേനി ആ സത്യവിശ്വാസത്തിനെതിരായി ഇനി ഒരു മാലാഹ ഭൂമിയിൽ വന്ന് പറഞ്ഞാൽ പോലും അവൻ ശപിക്കപ്പെട്ടവനാണ്. അപ്പോൾ ലോകത്തിന്റെ ഏത് ഭാഗത്തു നിന്ന് ആര് പറഞ്ഞാലും സത്യവിശ്വാസം ഗ്രഹിച്ചിരിക്കുന്നതിന് വിരുദ്ധമായി, സുവിശേഷം ഘോഷിക്കുന്നതിന് വിരുദ്ധമായി പറഞ്ഞാൽ അവൻ മാലാഹയാണെങ്കിൽ പോലും ശപിക്കപ്പെട്ടവനാണെന്ന് കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പൊ 2000 കൊല്ലത്തെ സഭയുടെ ചരിത്രവും ആ സുവിശേഷ വ്യാഖ്യാനത്തിൽ വരുന്ന വിവിധ വ്യാഖ്യാനങ്ങളെയും വളരെ സുന്ദരമായി സമാഹരിച്ചിട്ടാണ് ആ ഗാനം വിശുദ്ധ കുർബാനയിൽ ചേർത്തിരിക്കുന്നത്. പിന്നെ വിശുദ്ധ കുർബാനയ്ക്ക് പണ്ടുണ്ടായിരുന്ന നമ്മൾ ചൊല്ലിക്കൊണ്ടിരുന്ന ഭാഷ പ്രാചീന മലയാളത്തിന് സ്വാധീനമുള്ള ഒന്നായിരുന്നു. ആ വിശുദ്ധ കുർബാനയെ പ്രൗഢമായ മലയാള സാഹിത്യത്തിന്റെ ഭാഷയിലേക്ക് മാറ്റിയെടുത്ത് നമ്മൾ കാണുന്ന സുറിയാനി കുർബാനയാക്കി മാറ്റിയത് ഒട്ടശ്ശേരി തിരുമേനിയുടെ അതിഗംഭീരമായ ഒരു സംഭാവനയാണ്. ലോകത്തിലെ എല്ലാ സഭകളുടെയും കുർബാന നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. ഞാൻ ചിലപ്പോൾ ലത്തീൻ പള്ളിയിൽ പോവും, ചിലപ്പോൾ സുറിയാനി സീറോ മലബാർ പള്ളിയിൽ പോവും. ഞാൻ താമസിക്കുന്ന സ്ഥലം എവിടെയാണോ അതിനടുത്ത് ഏറ്റവും ആദ്യം കുരിശുള്ള പള്ളി ഏതോ അവിടെ അങ്ങ് പോകും. ചിലപ്പോൾ ഓർത്തഡോക്സ് പള്ളിയായിരിക്കും, ചിലപ്പോൾ പാത്രികസാര പള്ളിയിലായിരിക്കും. എനിക്ക് തമ്മിൽ ആരും വ്യത്യാസമില്ല. പക്ഷെ എല്ലാ കുർബാനയും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം, ഒരു സംശയമില്ല എന്നൊക്കെ പറയാം, മലങ്കര സഭയുടെ കുർബാനയാണ് ഉപമ കൊണ്ടും ഉൽപ്രേക്ഷ കൊണ്ടും രൂപകം കൊണ്ടും സാഹിത്യ ഭംഗി കൊണ്ടും വേദപുസ്തകത്തിന്റെ മഹത്തായ തിയോളജിയെ മലയാള ഭാഷയിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞത് മലങ്കര സഭയുടെ കുർബാനയ്ക്കാണ്. ആ നേട്ടം നേടിയെടുത്തത് ഒട്ടശ്ശേരി തിരുമേനി ഒരു 3.5 കൊല്ലം പ്രയത്നിച്ച് വിശുദ്ധ കുർബാനയ്ക്ക് നമ്മൾ കാണുന്ന രൂപവും ഭാവവും വരുത്തിയപ്പോഴാണ്. ഇതൊരു വലിയ സംഭാവനയാണ്. നമ്മൾ വായിച്ചു നോക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ. എൻ്റെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ ഒട്ടശ്ശേരി തിരുമേനിയുടെ ശിഷ്യനായിരുന്നു, പുത്തമ്പേട്ടിൽ അച്ഛൻ. അദ്ദേഹം മാർഗാനുസരണ സ്വാധീനത്തിൽ റീത്ത പ്രസ്ഥാനത്തിൽ പോയി. പക്ഷെ പോകുന്നതിനും ഒട്ടശ്ശേരി തിരുമേനി അനുവാദം വാങ്ങിച്ചിരുന്നു. പിന്നെ ഒട്ടശ്ശേരി തിരുമേനി തുമ്പപ്പള്ളി വന്നപ്പം ചെന്ന് കാണാൻ മടിച്ചു നിന്നതിൻ്റെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറിനെ വിളിച്ച് തുമ്പപ്പള്ളിയെ വിളിച്ചു വരുത്തി അനുഗ്രഹിച്ചു വിട്ടു. അതൊക്കെയാണ് ഞങ്ങളുടെ കുടുംബത്തിന് ഒട്ടശ്ശേരി തിരുമേനിയുള്ള കടപ്പാട്. ആ ഒട്ടശ്ശേരി തിരുമേനി ആ വിശുദ്ധ കുർബാനയുടെ രൂപം മാറ്റിയ വലിയ സംഭവത്തോടൊപ്പം ഒട്ടശ്ശേരി തിരുമേനിയുടെ കൽപ്പനകളെ ക്രോഡീകരിച്ചെടുത്തിട്ടുണ്ട്. അതിലൊരു 12 കൽപ്പന ഞാൻ വായിക്കാനിടയായി. അത് ശമുവേൽ ചന്ദ്രപ്പള്ളിയുടെ മലങ്കര സഭാ പിതാക്കന്മാരെന്ന് പറയുന്ന പുസ്തകത്തിനകത്ത് ആ കൽപ്പനകൾ ചേർത്തിട്ടുണ്ട്. നമ്മൾ ആ കൽപ്പനകളും അതിനോടൊപ്പം വരുന്ന മഹത് വചനങ്ങളും ശ്രദ്ധിക്കുമ്പം വേദപുസ്തകത്തെ ഇത്ര സുന്ദരമായി സമാഹരിച്ച് 125 സൂക്തങ്ങളായി നമുക്ക് എപ്പോഴും ഓർത്തിരിക്കാൻ പറ്റുന്ന സൂക്തങ്ങളായി ഒട്ടശ്ശേരി തിരുമേനി രൂപാന്തരപ്പെടുത്തി നമുക്ക് തന്നിരിക്കുകയാണ്. ഇത്രമാത്രം പ്രശ്നകുലുഷിതമായ ഒരു ജീവിതം നയിക്കുമ്പോൾ വളരെ ഭംഗിയായി തിയോളജിയും ഫിലോസഫിയും നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിലേക്ക് കൽപ്പനകളായും അതോടൊപ്പം അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളിൽ നിന്ന് തിരുമേനി നമുക്ക് തന്ന മഹത് വചനങ്ങളായും സമാഹരിച്ച് എടുക്കുമ്പോൾ അതിൻ്റെ സാരം നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ്. ഇതാ സെൻസ് ഓഫ് ഹിസ്റ്ററി ഉള്ളപ്പോഴാണ് 4000 വർഷത്തിലേറെ വരുന്ന വേദപുസ്തകത്തിന്റെ ചരിത്രവും യേശുക്രിസ്തുവിന് ശേഷമുള്ള 2000 കൊല്ലത്തെ ചരിത്രവും സമാഹരിച്ചെടുക്കുമ്പോഴാണ് ഇത്ര ഗംഭീരമായി നമ്മുടെ തിയോളജിയും ഫിലോസഫിയും വേദപുസ്തകവും ഏത് സാധാരണക്കാരനും മനസ്സിലാകുന്ന ഭാഷയിലേക്ക് മാറ്റി തിരുമേനി നമുക്ക് തന്നിട്ടുള്ളത്. തിരുമേനിയുടെ രണ്ടാമത് വലിയൊരു കഴിവ് ഈ മഗ്രോ-ഹിൽ കമ്പനി എൻസൈക്ലോപീഡിയ ബയോഗ്രഫീസിൽ പറയുന്നതാണ്. അത് ഫാർ സൈറ്റഡ്നെസ് എന്ന് പറയുന്നതാണ്.
സാധാരണ മനുഷ്യന് 25 വർഷം മുമ്പോട്ട് കാണാൻ പറ്റും. മക്കളെല്ലാം കല്യാണം കഴിച്ച് ഏറ്റവും ഇളയ മകളുടെ കല്യാണം നടക്കുന്ന അന്ന് രാത്രിയിൽ വല്യപ്പനും വല്യമ്മയും പറയും ഞങ്ങളുടെ ജോലിയെല്ലാം കഴിഞ്ഞ്. കാരണം 25 കൊല്ലത്തേക്കുള്ള ഈ പ്ലാനിങ് മുഴുവൻ. പക്ഷെ വളരെ അപൂർവം പേർക്ക് മാത്രമേ നൂറ്റാണ്ടുകൾക്ക് അപ്പുറത്തേക്ക് നോക്കാൻ പറ്റുള്ളൂ. 7 രാജ്യങ്ങളായിരുന്ന ചൈനയെ യോജിപ്പിച്ച് ചിൻ ഷീഹുവാങ് എന്ന ചക്രവർത്തി ഒറ്റ രാജ്യമാക്കി. എന്നിട്ട് അദ്ദേഹം ഒരു രാജവംശം സ്ഥാപിച്ചു, ചിൻ രാജവംശം. അദ്ദേഹം ആ രാജവംശത്തിന് പറഞ്ഞ് വിളിച്ച പേര് 1000 Year ഡൈനാസ്റ്റി. അടുത്ത 1000 കൊല്ലം ഈ രാജ്യം ഭരിക്കാൻ പോകുന്ന രാജവംശം. 1000 കൊല്ലം ഭരിച്ചില്ല രാജവംശം AD 456 വരെ ഭരിച്ചു. ഇവരുടെ 780 വർഷം ഭരിച്ചു. അതോടെ ആ രാജ്യത്തിന്റെ പേര് മാറിപ്പോയി. മിഡിൽ കിങ്ഡം എന്ന പേരുണ്ടായിരുന്ന രാജ്യം ഇപ്പൊ നമ്മൾ വിളിക്കുന്ന ചൈന എന്നാണ്. ചിൻ രാജവംശം ഭരിക്കുന്ന രാജവംശം, അതാണ് ചൈന എന്ന വാക്കിന്റെ അർത്ഥം. കോഴ്സ് ഓഫ് ഹിസ്റ്ററി ചേഞ്ച്ഡ്. ഇത് മഹാന്മാർക്ക് സാധിക്കുന്ന വലിയൊരു കാര്യമാണ്. 1993 ജോൺ പോൾ II മാർപ്പാപ്പ ഒരു പുസ്തകം എഴുതി, ഓൺ ദ ത്രഷോൾഡ് ഓഫ് 21st century. 21ാം നൂറ്റാണ്ടിലേക്ക് സഭ എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്യുന്നതായിരുന്നു മാർപ്പാപ്പയുടെ ചിന്ത. പക്ഷേ 1997 തിരുമേനി ഒരു പുസ്തകം എഴുതി, ഓൺ ടു ദ 3rd millennium, 3ാം സഹസ്രാബ്ദത്തിലേക്ക് എന്നുള്ളതാണ്. വളരെ ശ്രദ്ധാപൂർവം ഒരു 1000 വർഷം അപ്പുറത്തേക്ക് സഭ എങ്ങനെ കൊണ്ടുപോകണമെന്ന് ജോൺ പോൾ II മാർപ്പാപ്പ ചിന്തിച്ചു. പട്ടശ്ശേരി തിരുമേനിക്ക് ഈ ഫാർ സൈറ്റ്നസ് വളരെ വളരെ കൂടുതലായിരുന്നു. ഒരുപക്ഷെ കേരളത്തിലെ സഭാ ചരിത്രത്തിൽ ഇത്രമാത്രം മുന്നോട്ട് കണ്ട ഒരു തിരുമേനി മറ്റേതെങ്കിലും സഭയിലുണ്ടോ എന്ന് സംശയമാണ്. അത്ര ദീർഘവീക്ഷണത്തോടുകൂടിയാണ് തിരുമേനി സഭയെ ഓർഗനൈസ് ചെയ്യുന്നത്. ആ സഭയെ ഓർഗനൈസ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ ഡയറി കുറിപ്പുകൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ വളരെ ശ്രദ്ധാപൂർവം രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ സ്ഥലം കഴിഞ്ഞ് മറ്റേ സ്ഥലം വരെ ഇത്ര കിലോമീറ്ററാണ്, അതിനിടയ്ക്ക് ഒരു ഇടവക വേണം. ഭാവിയിൽ എത്ര ഇടവക ഉണ്ടാക്കാൻ പറ്റും, സഭയെ ഭരിക്കണമെങ്കിൽ എത്ര പ്രീസ്റ്റുകൾ വേണമെന്ന് വരെ തിരുമേനി കണക്കാക്കി. ഇത് അസാധാരണമായ ഫാർ സൈറ്റഡ്നെസ് ആണ്. ഇനി സഭ ഭരിച്ചുകൊണ്ട് പോകുമ്പോൾ ചില ആളുകൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ വളരെ പ്രസിദ്ധരാകും. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ അവരുടെ പവറും അവരുടെ ഇമ്പോർട്ടൻസും അങ്ങ് പോകും. അപ്പോൾ തിരുമേനിക്ക് മനസ്സിലായി, തനിക്ക് ശേഷം ഈ സഭയെ നയിച്ചു കൊണ്ടുപോകണമെങ്കിൽ അതിപ്രഗത്ഭരായ സഭയെ നയിക്കാൻ പറ്റുന്ന ബിഷപ്പ്മാർ വേണം. തിരുമേനി 14 ബിഷപ്പന്മാരെ സെലക്ട് ചെയ്ത് ഓർഡൈൻ ചെയ്തു. ആ 14 പേരുടെ ലിസ്റ്റ് നിങ്ങളൊന്ന് വായിച്ചു നോക്ക്. മാലങ്കര സഭയുടെ ചരിത്രത്തിൽ പ്രഗത്ഭമായ മാറ്റങ്ങൾ വരുത്തിയ 14 പേരെയാണ് തിരുമേനി സെലക്ട് ചെയ്തത്. ഒരു മാനേജ്മെന്റുടെ ഏറ്റവും വലിയ കപ്പാസിറ്റിയാണ് സെലക്ട് ദ റൈറ്റ് പേഴ്സൺ. തിരുമേനി സെലക്ട് ചെയ്ത 14 മെത്രാന്മാരും തിരുമേനി വാഴിച്ച 14 മെത്രാന്മാരും മാലങ്കര സഭയുടെ എന്നല്ല, കേരള സഭയുടെ ചരിത്രം മാറ്റിക്കുറിച്ച വ്യക്തികളാണ്. സമൂഹത്തിൽ വലിയ മാറ്റം വരുത്തിയ വ്യക്തികൾ. കാതോലിക്ക സിംഹാസനം ഉണ്ടായ ശേഷം മുറിമറ്റേത്തുമാർ ഇവാനീസ് മെത്രാപ്പൊലീത്ത മരിച്ച്, രണ്ടാമത്തെ മെത്രാപ്പൊലീത്ത വാഴിച്ച് അദ്ദേഹവും മരിച്ച ശേഷം ഒരു 12 വർഷം കാതോലിക്കായെ വാഴിച്ചില്ല. തിരുമേനി 1923 അന്ത്യോക്യയിൽ പോയി. തൻ്റെ കൂടെ 2 ബിഷപ്പ്മാരും പോയി. സ്ട്രേഞ്ചായ സ്ഥലം, പ്രൊട്ടക്ഷൻ ഇല്ല. തുർക്കികൾ സിറിയ ആക്രമിച്ചുകൊണ്ടിരിക്കുക, അക്രമാസക്തമായ കാലമാണ്. സിറിയൻ അക്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അവിടെ ചെന്നു. ഫിസിക്കൽ റിസ്ക് ഉണ്ട് ആ യാത്രയിൽ. നമ്മൾ സ്ഥലമെല്ലാം കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാകത്തുള്ളൂ ഫിസിക്കൽ റിസ്ക്. 67 ദിവസം പാത്രീസ് ബാവയുടെ കൂടെ ചർച്ചകൾ നടത്തി. അവസാനം മുടക്ക പിൻവലിച്ചുകൊണ്ട് പാത്രീസ് ബാവ കൽപ്പന പുറപ്പെടുവിച്ചു. യൂലിയോസ് എന്ന് പറയുന്ന മെത്രാൻ അത് വായിച്ചില്ല. കേരളത്തിലെ പള്ളികളിൽ വായിച്ചില്ല. അത് വായിച്ചിരുന്നുവെങ്കിൽ മലങ്കര സഭയിലെ വലിയ വിഭജനങ്ങളും കേസുകളും ഒന്നും ഉണ്ടാവില്ലായിരുന്നു. അപ്പൊ പുതിയൊരു കാതോലിക്കായെ വാഴിച്ചാൽ ഈ അനുരഞ്ജനത്തിനുള്ള സാധ്യത കുറയുമോ എന്ന് കണക്കാക്കി 12 വർഷം ഒരു ഗ്യാപ്പ് ഇട്ടു. അത് പരാജയപ്പെട്ട ശേഷം മാത്രമേ പിന്നെ കാതോലിക്കായെ വാഴിച്ചുള്ളൂ. ഇത് വളരെ വളരെ ഫാർ സൈറ്റഡ് ആയ ഒരു മൂവാണ്. വളരെ ഫാർ സൈറ്റഡ് ആയ മൂവ്. അന്നത്തെ കാലത്ത് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു മൂവാണ്. അതിനുശേഷം 1928 കാതോലിക്കായെ വാഴിക്കുക. ആ കാതോലിക്കായെ വാഴിച്ച അതിന്റെ റിസൾട്ട് നമ്മൾ ചരിത്രത്തിൽ നോക്കിയേ. ബസേലിയോസ് ഗീവർഗീസ് ദ്വിതീയൻ എന്ന കാതോലിക്ക ബാബ അടുത്ത 3 വ്യാഴവട്ടക്കാലം
36 years മലങ്കർ സഭയെ നയിച്ച് മാലങ്കാര സഭയുടെ രൂപവും ഭാവവും മാറ്റി സർവ്വ കേസുകളും ജയിച്ച് പാത്രീസ് ബാവായെ സ്വീകരിക്കാൻ സമ്മതമായിരിക്കുമെന്ന് പറഞ്ഞ് സഭയിൽ സമാധാനം കൊണ്ടുവന്നു. 71 ശേഷം വീണ്ടും കുഴപ്പമുണ്ടാക്കിയില്ലായിരുന്നെങ്കിൽ there would have been permanent priests in the church. അപ്പൊ ഇത് വളരെ ദീർഘവീക്ഷണത്തോടുകൂടി പ്ലാൻ ചെയ്യാൻ വട്ടശ്ശേരി തിരുമേനി കഴിയുമായിരുന്നു. ഈ ഫാർ സൈറ്റഡ്നെസ് എന്ന് പറയുന്നത് സാധാരണ മനുഷ്യന് അപ്രാപ്യമാണ്. ഗ്രേറ്റ് ലീഡേഴ്സിന് മാത്രം കിട്ടുന്ന ഒന്നാണ് ആ ഫാർ സൈറ്റഡ്നെസ് എന്ന് പറയുന്നത്. പതിറ്റാണ്ടുകൾക്ക് അപ്പുറത്ത് അത് കാണാനും അത് മനസ്സിലാക്കാനും പറ്റുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ 1932 തുമ്പോൺ പള്ളി ഒരു ഭരണഘടന അങ്ങ് എഴുതിയുണ്ടാക്കി. ഇറ്റ് വാസ് ഓൾമോസ്റ്റ് ആൻ ഓട്ടോസെഫാലസ് ഭരണഘടന. അതെങ്ങനെ തിരുമേനി അപ്രൂവ് ചെയ്തെന്ന് എനിക്ക് വായിച്ചു നോക്കുമ്പോൾ എനിക്ക് വളരെ സംശയമുണ്ട്. എന്നാലും തുമ്പംപള്ളി ആ ഭരണഘടന ഉണ്ടാക്കിയത് പാസ്സാക്കിയപ്പോൾ അത് കോടതിയിൽ നിന്ന് അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞപ്പോൾ മാലങ്കര സഭയ്ക്ക് മുഴുവനും നൂറ്റാണ്ടുകൾ പിന്നിടണമെങ്കിൽ സുസ്ഥിരമായ ഒരു ഭരണഘടന വേണമെന്ന് കൃത്യമായി തിരുമേനി കണക്കാക്കി. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് വന്നിട്ടില്ല. 1937 ഇന്ത്യയിൽ ഇലക്ഷൻ നടന്നിട്ടില്ല. ഇലക്ഷൻ എന്താന്ന് ഇന്ത്യയിലെ ജനങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ആ സമയത്താണ് തിരുമേനി ജനാധിപത്യപരമായ ഇലക്ഷനുള്ള ഒരു ഡെമോക്രാറ്റിക് ഭരണം എഴുതിയുണ്ടാക്കുകയാണ്. ഇന്ത്യയിലെ ജനം ഡെമോക്രസി എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പ്, ഇന്ത്യയിലെ ജനം 1937 ഫസ്റ്റ് ഇലക്ഷനിൽ വോട്ട് ചെയ്യുന്നതിന് മുമ്പ് ഡെമോക്രാറ്റിക് ആയ ഒരു ഭരണഘടന. അത് കഴിഞ്ഞ് ക്രിപ്സ് മിഷനും വേവൽ പ്ലാനും എല്ലാം കഴിഞ്ഞ് 1946 ഇന്ത്യൻ ജനത ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി തുടങ്ങിയത്. കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി തുടങ്ങുന്നതിന് 12 വർഷം മുമ്പ് തിരുമേനി ഒരു ഭരണഘടന ഉണ്ടാക്കി. ജനാധിപത്യത്തിൽ അടിസ്ഥാനമായ ഒരു ഭരണഘടന. ക്രൈസ്തവ സഭകൾക്ക് പൊതുവെ ഒരു ജനാധിപത്യം ഇല്ല. അത് ചരിത്രം വായിക്കുമ്പോൾ മനസ്സിലാവും. റോമിലോ മറ്റു സഭകളിലൊന്നും ജനാധിപത്യം ഇല്ല. പക്ഷെ ജനാധിപത്യത്തിന്റെ ബേസിസിലുള്ള ഒരു ഭരണഘടന എഴുതിയുണ്ടാക്കി. അതിന് സർട്ടിഫിക്കറ്റ് എഴുതുന്ന 1958 സുപ്രീം കോടതിയിലെ വിധിയിലാണ്. 5 ജഡ്ജിമാരായിരുന്നു സുപ്രീം കോടതി ഒരു ജഡ്ജ്മെന്റ് പ്രഖ്യാപിച്ചു. ആ ജഡ്ജ്മെന്റ് നിങ്ങളൊന്ന് വായിച്ചു നോക്ക്. ഞാനത് കുത്തിയിരുന്ന് മുഴുവൻ വായിച്ച് ആ ജഡ്ജ്മെന്റിനകത്ത് സുപ്രീം കോടതി പറയുകയാണ്, എ ഡെമോക്രാറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ സോ മാഗ്നിഫിഷ്യന്റ്ലി ഓർഗനൈസ്ഡ് എങ്ങനെ 1934 ഉണ്ടായി എന്ന് സുപ്രീം കോടതി അമ്പരന്ന് പോവാണ്. സുപ്രീം കോടതിയെ പോലും അമ്പരപ്പിക്കുന്ന ഒരു ഭരണഘടന. ആ ഭരണഘടന പിന്നെ സുപ്രീം കോടതി എത്ര തവണ പോയി. എവറി ടൈം സുപ്രീം കോടതി സെറ്റ് ദിസ് ഈസ് ഫൈനൽ. എ ഡെമോക്രാറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ ഫോംഡ് ബിഫോർ ഇന്ത്യ വാസ് ഫോംഡ്. അത് ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നു, അതിനെ മറികടക്കില്ല എന്ന് പറഞ്ഞു. പള്ളികൾ അതനുസരിച്ച് ഭരിക്കപ്പെടണം. വട്ടശ്ശേരി തിരുമേനിയുടെ ആ ദീർഘവീക്ഷണം 1934 ഉപയോഗിച്ച ആ ദീർഘവീക്ഷണം അത് സഭയുടെ കെട്ടുറപ്പിനും സഭാ ഭരണത്തിലും വരുത്തിയ അത്ഭുതകരമായ മാറ്റം വളരെ വളരെ വലുതാണ്. നമുക്ക് ഓർത്തിരിക്കേണ്ട ഒരു സംഭവമാണ്. മൂന്നാമതായി തിരുമേനിയിൽ നമ്മൾ പഠിക്കേണ്ടത് തിരുമേനിയുടെ ഓർമ്മശക്തിയാണ്. തിരുമേനി ആര് കാണാൻ ചെന്നാലും തിരുമേനി അപ്പോഴേ പേര് വിളിക്കും. ചാക്കോച്ച എന്തുണ്ട് പള്ളിയിലൊക്കെ വിശേഷം എന്ന് പറഞ്ഞ് വിളിക്കും. ഓരോ അച്ഛനെ കാണുമ്പോഴും അച്ഛനെയും അച്ഛൻ്റെ കുടുംബത്തെ പറ്റിയും സർവ്വരും തിരുമേനി ഇങ്ങോട്ട് ചോദിക്കും. ഈ ഓർമ്മശക്തി വളരെ അമ്പരപ്പിക്കുന്ന ഒന്നാണ്. വട്ടശ്ശേരി തിരുമേനിയുടെ ഓർമ്മശക്തി മാലങ്കര സഭയെ അമ്പരപ്പിച്ച ഓർമ്മശക്തിയാണ്. ഏതടവയിൽ ഏതച്ഛൻ വന്നാലും സഭയിലെ ഏത് ഇച്ചിരി പ്രാധാന്യമുള്ള ആൾ വന്നാലും തിരുമേനി പേരിട്ട് വിളിക്കും. വീട്ടിലെ ആളുകളുടെ കാര്യം ചോദിക്കും വളരെ ഭംഗിയായിട്ട്. തിരുമേനിയുടെ ആന്റിസിപ്പേഷൻ ഭയങ്കരമാണ്. ഒരച്ഛൻ തിരുമേനിയെ കാണാൻ വന്നാൽ തിരുമേനി ആദ്യം കണക്കൂട്ടി അച്ഛൻ വന്ന് എന്തിനാണെന്ന് കണക്കൂട്ടും. എന്നിട്ട് ഊഹിക്കും ഇന്നതാണെന്ന്. അച്ഛനകത്ത് കയറി കഴിഞ്ഞോണ്ട് അച്ഛോ ആ കാര്യം ഉണ്ടല്ലോ അതങ്ങനെ ചെയ്യാൻ പറ്റില്ല കേട്ടോ, ഇന്ന പ്രശ്നമുണ്ടെന്ന് പറയും. അതെല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് അച്ഛൻ എന്താ വന്നേ? ഓ ഇല്ല തിരുമേനി ഒന്ന് കാണാൻ വന്നല്ലോ. കാര്യം അച്ഛൻ വന്ന കാര്യം വീണ്ടും തിരുമേനി ഡിസ്ക്ലോസ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഒന്ന് കാണാൻ വന്നാന്ന് പറയും. എന്നാൽ അച്ഛൻ വന്ന കാര്യം ചെയ്തു കൊടുക്കാൻ പറ്റുന്നതാണെങ്കിൽ തിരുമേനി പറയും അച്ഛൻ എന്താ വന്ന എന്താ പ്രശ്നം എന്നൊക്കെ ചോദിച്ച് അച്ഛൻ്റെ വായിൽ നിന്ന് അത് കൊണ്ടുവരും. എന്നിട്ടാ എന്നാ അച്ഛൻ പറയുന്ന പോലെ അങ്ങ് ചെയ്യാം എന്ന് പറഞ്ഞ് ഞങ്ങൾ സാങ്ഷൻ ചെയ്ത് കൊടുക്കും. ഇതെന്റെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ കഥ പറഞ്ഞിട്ട് എൻ്റെ വീട്ടിൽ ഞാൻ ചെറുപ്പത്തിൽ കേട്ട കഥകളാണ്.
ഓരോ അച്ഛന്മാരെ തിരുമേനി ടാക്കിൾ ചെയ്യുന്ന മെത്തേഡ്, ഇത് ഒരു തിരുമേനിയുടെ ആന്റിസിപ്പേഷൻ. ഈ ആള് വന്ന് എന്തിനാണെന്ന് ഊഹിച്ചിട്ട് ഒക്കത്തില്ലെങ്കിൽ ഡിഫ്യൂസ് ചെയ്യുക, ആദ്യം തന്നെ ഒക്കുമെങ്കിൽ ആളിനെ കൊണ്ട് പറയിച്ച ശേഷം വേണ്ട പാത്രത്തിലെ വിളമ്പും, അത് കൃത്യമായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ തിരുമേനിയുടെ ഓർമ്മശക്തിക്ക് സർട്ടിഫിക്കറ്റ് എഴുതിയിരിക്കുന്നത് ചീഫ് ജസ്റ്റിസാണ്. തിരുമേനിയെ കോടതിയിൽ വിസ്തരിക്കും. രാമയ്യർ എന്ന് പറഞ്ഞൊരു ചീഫ് ജസ്റ്റിസ് ഉണ്ടായിരുന്നു തിരുവിതാംകൂറിന്റെ ഹൈക്കോടതി. സദർ അദാലത്ത് എന്നാണ് എന്നെ വിളിക്കുന്നത്. സദർ ഈ അദാലത്ത് പഴയ ഹൈക്കോടതിയാണ്. തിരുമേനി ഇങ്ങനെ ചോദ്യം ചോദിക്കുമ്പോൾ ഒരു കേസിനകത്ത് ഒരു കോൺട്രഡിക്ഷൻ കൊണ്ടുവന്നെങ്കിലേ ഈ ആളിന്റെ വാദം തോൽപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ വക്കീലന്മാര് തിരുമേനി പറഞ്ഞ എന്തെങ്കിലും ഒന്നിന്റെ തിരുമേനിയെ കൊണ്ട് കോൺട്രഡിക്ട് ചെയ്യണം. ആ കോൺട്രാക്ട് ചെയ്യാൻ വേണ്ടി ക്വസ്റ്റ്യൻ 1, ക്വസ്റ്റ്യൻ 2, ക്വസ്റ്റ്യൻ 3 ഇങ്ങനെ പറഞ്ഞു വരും. 4 5 ഐറ്റം ആയി കഴിയുമ്പോൾ തിരുമേനി പറയും, ഇതിന് ഞാൻ കഴിഞ്ഞ 12-ാം തീയതി വിസ്തരിച്ചപ്പോൾ ഉച്ചയ്ക്ക് ശേഷമുള്ള വിസ്താരത്തിൽ ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറയും. പിന്നെ ഈ വക്കീൽ കറക്കി ഏതെങ്കിലും ഒരു സാധനത്തിന് കോൺട്രഡിക്ഷൻ വരും പറയും, ഇത് കഴിഞ്ഞ മാസം 12-ാം തീയതി ഞാൻ എന്നെ ഇവിടെ വിസ്തരിച്ചപ്പോൾ തിരുമേനി 48 ദിവസം വിസ്തരിച്ചപ്പോൾ രാവിലെ ഒരു 11 മണിയായപ്പോൾ ഞാൻ ഇന്ന് ഉത്തരം പറഞ്ഞിട്ടുണ്ടല്ലോ. ഇത് കണ്ട വക്കീലന്മാർ അമ്പരന്നുമാണ്. ഓരോ ദിവസവും കൊടുത്ത മൊഴിയിൽ എന്തെല്ലാം ഉത്തരം കൊടുത്തു എന്ന് വട്ടശ്ശേരി തിരുമേനി കൃത്യമായിട്ട് ഓർത്തിരിക്കുകയാണ്. വക്കീലന്മാര് പഠിച്ചവനുമായിട്ട് നോക്കി തിരുമേനിയെ കുഴപ്പത്തിൽ ചാടിക്കാൻ പറ്റിയില്ല. അവസാനം കേസ് വാദം തുടങ്ങി. പ്രഗത്ഭനായ വക്കീൽ വാദിച്ചു വന്ന് ഒരു പർട്ടിക്കുലർ ഐറ്റം വന്നപ്പോ സഭയ്ക്ക് ദോഷം വരുന്ന രീതിയിൽ ഈ വക്കീൽ വാദിക്കുകയാണ്. വക്കീല് ബ്രാഹ്മണനാ, സഭയുടെ ചരിത്രമൊന്നും അങ്ങാർക്ക് അറിഞ്ഞൂടാ. പക്ഷെ അങ്ങനെ വാദിച്ച് വരുന്ന കൂട്ടത്തിൽ ഓട്ടോണമിയെ പറ്റി പറഞ്ഞു വരുന്ന സമയത്ത് വക്കീലിന്റെ കയ്യിൽ നിന്ന് അബദ്ധം പറ്റാൻ പോകുന്നു തിരുമേനിക്ക് മനസ്സിലായി. തിരുമേനി എഴുന്നേറ്റ് പറഞ്ഞു, ഈ പോയിന്റ് ഞാൻ വാദിച്ചു കൊള്ളാം. ജഡ്ജി ചോദിച്ചു, ഉറപ്പാണോ തിരുമേനി? തിരുമേനി LLB പഠിച്ചിട്ടുള്ള ആളൊന്നുമല്ല. ഉറപ്പാണെന്ന് പറഞ്ഞു. വക്കീലിനെ ഇരുത്തി. എന്നിട്ട് തിരുമേനി ആ പോയിന്റ് അങ്ങോട്ട് വാദിച്ചു കഴിഞ്ഞ് ജഡ്ജി അതെല്ലാം എഴുതിയെടുത്ത് കഴിഞ്ഞിട്ട് പറഞ്ഞു, ഇനി എൻ്റെ വക്കീൽ തുടർന്നുള്ളൂ എന്ന് പറഞ്ഞു. വക്കീൽ അങ്ങ് തുടർന്നു. രാമയ്യർ അവസാനം എഴുതിയൊരു ജഡ്ജ്മെന്റ് ഉണ്ട്. അതിനകത്ത് രാമയ്യർ വട്ടശ്ശേരി തിരുമേനി പറഞ്ഞിരിക്കുന്നതെന്നറിയാമോ? ഇത്ര ഓർമ്മശക്തിയുള്ള ഒരാളിനെ ഞാൻ എൻ്റെ സർവീസിൽ കണ്ടിട്ടില്ല. ജുഡീഷ്യൽ സർവീസിൽ കണ്ടിട്ടില്ല. ആ ഓർമ്മശക്തി മഹാന്മാരുടെ വലിയൊരു കഴിവാണ്. വട്ടശ്ശേരി തിരുമേനിക്ക് ഈ കഴിവ്, ഓർമ്മശക്തി അപാരമായിരുന്നതാണ്. വളരെ വളരെ ഷാർപ്പായ മെമ്മറി ഉണ്ട്. ആ മെമ്മറി കോടതിയിൽ ഒരു കേസും അദ്ദേഹത്തിന്റെ മൊഴിയുടെ കുഴപ്പം കൊണ്ട് തോക്കുകയില്ല. അത്ര ഗംഭീരമായി ഓരോ ദിവസം കൊടുത്ത മൊഴി കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പൊ കോടതി പോകുന്നതിനും അദ്ദേഹത്തിന്റെ ഡയറിയിൽ അദ്ദേഹം എഴുതാണ്. ഈ വട്ടശ്ശേരി സെക്രട്ടറി അത് എഴുതിയിട്ടുണ്ട് പുസ്തകത്തിനകത്ത്, ഞാൻ വായിച്ച പുസ്തകത്തിനകത്ത്. അപ്പൊ ഇത് തിരുമേനി കോടതി പോകുന്നതിന് മുമ്പ് ചില സ്ഥലത്ത് ആൻഡ് എന്ന് എഴുതിയിരിക്കുകയാണ്. ഈ സെക്രട്ടറി അടിച്ച് ഈ ഉറുമ്പുറുമ്പെന്ന് എന്തിനാണ് എഴുതുന്നത്? ANT എന്ന് എഴുതുന്നത്. ഇവൻ ആൻഡ് എന്നല്ല അറിയാം. തിരുമേനി എന്താണ് ആന്റിസിപ്പേറ്റഡ് ക്വസ്റ്റ്യൻ എന്നുള്ളതാണ് ഈ ANT എന്ന് എഴുതുന്നത്, ആൻഡാണെന്ന്. ഈ പാവം സെക്രട്ടറിക്ക് അത്ര വിദ്യാഭ്യാസമുള്ളതുകൊണ്ട് തിരുമേനി എന്തിനാണ് ഉറുമ്പിന്റെ കാര്യം എഴുതുന്നതെന്നാണ് അയാൾ ഡൗട്ട് ചെയ്തത്. പക്ഷെ കേസ് വരുമ്പോൾ ഈ വക്കീൽ ചോദിക്കാൻ പോകുന്ന ആന്റിസിപ്പേറ്റഡ് ക്വസ്റ്റ്യൻ തിരുമേനി കറക്റ്റ് ലിസ്റ്റ് ചെയ്തിട്ട് അവനെ വെട്ടാനുള്ള എന്തോ തിരുമേനി മനസ്സിലിരിപ്പുണ്ട്. അത് ഡയറിയിൽ എഴുതില്ല. ആരെങ്കിലും വായിച്ചു നോക്കിയാൽ മറുഭാഗത്ത് ലീക്ക് ചെയ്ത് പോകാൻ പറ്റത്തില്ലല്ലോ. ശ്രദ്ധേയമായിട്ട് അതിനെ കവർ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് വളരെ ഗംഭീരമായിട്ട്. ഇത് ആ ഡയറിയെ പറ്റിയുള്ള പുസ്തകങ്ങൾ വായിക്കുമ്പോഴാണ് നമ്മൾ അമ്പരപ്പോടെ മനസ്സിലാക്കാൻ പറ്റുക. ഇനി നാലാമതായിട്ട് എന്നെ അമ്പരപ്പിച്ചത് CF ആൻഡ്രൂസിന്റെ അനുസ്മരണത്തിലുള്ള ഒരു ഭാഗമാണ്. CF ആൻഡ്രൂസ് ഗാന്ധിജിയുടെ വലിയ സുഹൃത്തായിരുന്നു. CF ആൻഡ്രൂസ് കാണാൻ ചെന്നപ്പോഴാണ് ഗാന്ധിജി നൗക്കലിയിൽ സത്യാഗ്രഹമാണ്, ഹിന്ദുക്കൾ മുസ്ലിങ്ങളിൽ കൊന്നുകൊണ്ടിരിക്കുകയാണ്. CF ആൻഡ്രൂസിനോട് ഗാന്ധിജി ഒരു ചോദ്യം ചോദിച്ചു, when Hindus and Muslims fight, where have India's Christians gone എന്ന് ചോദിച്ചു. ഇത് CF ആൻഡ്രൂസ് അമ്പരപ്പോട്ടി മറുപടി പറയുകയാണ്. പക്ഷേ CF ആൻഡ്രൂസ് ഇന്ത്യയിൽ വന്ന് ഒരു 3-4 വർഷം കഴിഞ്ഞ് ഇങ്ങനെ കറങ്ങി നടക്കുമ്പോഴാണ് CF ആൻഡ്രൂസ് വട്ടശ്ശേരി തിരുമേനിയെ പറ്റി കേൾക്കുന്നത്. അദ്ദേഹം കേരളത്തിലെത്തി. വട്ടശ്ശേരി തിരുമേനിയെ കണ്ട് അദ്ദേഹത്തിനോട് കുറച്ച് ദിവസം താമസിക്കണമെന്ന് റിക്വസ്റ്റ് വെച്ചു. നമ്മുടെ ഏതെങ്കിലും തിരുമേനി സമ്മതിക്കോ? നീ പോയി ഹോട്ടലിൽ താമസിച്ചിട്ട് ഞാൻ വിളിക്കുമ്പോൾ വാങ്ങാനല്ലേ പറയത്തുള്ളൂ. വട്ടശ്ശേരി തിരുമേനി സ്വന്തം താമസിക്കുന്ന സ്ഥലത്ത് ഒരു മുറി അറേഞ്ച് ചെയ്തു.
എന്നിട്ട് പറഞ്ഞു, ഇത് നോമ്പ് നടക്കുന്ന കാലാണ്, ഞാൻ പ്രത്യേക രീതിയിലൊക്കെ പെരുമാറും, അത് അങ്ങേക്കൊന്നും തോന്നരുത്, അങ്ങ് അവിടെ താമസിച്ചോളാൻ പറഞ്ഞു. CF ആൻഡ്രൂസ് 1-2 ദിവസമല്ല താമസിച്ച അവിടെ, 9 ദിവസം. CF ആൻഡ്രൂസ് വട്ടശ്ശേരി തിരുമേനിയെ പറ്റി എഴുതിയിരിക്കുകയാണ്. രാവിലെ 4 മണിക്ക് ഉണരും. നമ്മുടെ വേദങ്ങളിൽ പറയുന്ന പോലെ ബ്രഹ്മ മുഹൂർത്തെ ഉത്തിഷ്ഠേ, മനുഷ്യന്റെ ബ്രെയിൻ ഏറ്റവും കൂടുതൽ ബുദ്ധിയുള്ള സമയം വെളുപ്പിന് 4 മണിയാണ്. അത് ശാസ്ത്രജ്ഞന്മാർ സർട്ടിഫൈ ചെയ്താണ്. ആ സമയത്ത് അദ്ദേഹം ഉണരും. ഒരു ദിവസം 4 നേരം പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇനി ഞാൻ കാണാതെ ഇദ്ദേഹം പ്രൈവറ്റായി പ്രാർത്ഥിക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിയാൻ വയ്യ എന്ന് CF ആൻഡ്രൂസ് പറയുന്നുണ്ട്. ആക്ച്വലി തിരുമേനി 7 തവണ പ്രാർത്ഥിക്കുന്നത് വേറെ റെക്കോർഡിൽ കൂടെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. തിരുമേനി വളരെ ഫ്രൂഗൽ ഫുഡേ കഴിക്കും. രാവിലെ ശകലം പുട്ടും 2 ഉരുളക്കിഴങ്ങിന്റെ കഷ്ണവും, ഉച്ചയ്ക്ക് ശകല ആഹാരം കഴിക്കും, വൈകിട്ട് 1 ഗ്ലാസ് പാലോ അല്ലെങ്കിൽ ശകലം കഞ്ഞിയോ കഴിക്കും. 4 മണിക്ക് എല്ലാവരും ഏത്തക്കാപ്പവും വടയൊക്കെ അടിക്കുമ്പം തിരുമേനി ഒരു ചായ മാത്രമേ കുടിക്കുന്നുള്ളൂ, 1 ഗ്ലാസ് ഓഫ് ടീ. ഏത് പള്ളിയിൽ പോയാൽ ഏത് അച്ഛനും മേശ ഒരുക്കും, മേശ ഒന്നും തിരുമേനി തൊടത്തില്ല. തിരുമേനി അദ്ദേഹത്തിന് പറഞ്ഞ സിമ്പിൾ ഐറ്റം മാത്രമേ കഴിക്കത്തുള്ളൂ. അതുകൊണ്ട് തിരുമേനിക്ക് ഒരൊറ്റ ഡിസീസ് ഇല്ലായിരുന്നു. നമുക്കൊക്കെ ഡയബറ്റീസ്, പ്രഷർ, കൊളസ്ട്രോൾ, ഇങ്ങനെ കുറേ സഹോദരിമാരുണ്ട് നമുക്ക് രോഗങ്ങൾ. തിരുമേനിക്ക് ഒരൊറ്റ പരമ്പരാഗത രോഗമില്ലായിരുന്നു, നോട്ട് എ സിംഗിൾ വൺ. തിരുമേനിയുടെ ആ ജീവിതചര്യ CF ആൻഡ്രൂസിനെ അമ്പരപ്പിച്ചു. CF ആൻഡ്രൂസ് ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് വട്ടശ്ശേരി തിരുമേനിയോട് സ്പെയർ ടൈമിൽ സംസാരിച്ചു. തിരുമേനിയുടെ ഫിലോസഫിയും തിയോളജിയുള്ള അറിവ് കണ്ടിട്ട് CF ആൻഡ്രൂസ് വരണ്ടുപോയി. CF ആൻഡ്രൂസ് മിഷണറി ആവാൻ പഠിച്ച ആളാണ്, വേദവസം മുഴുവൻ അറിയാം അങ്ങാർക്ക്. പക്ഷെ അങ്ങാർ അമ്പരന്ന് പോയി. എന്നിട്ട് അവസാനം CF ആൻഡ്രൂസിന്റെ ലാസ്റ്റ് സെന്റൻസ് ആണ്, ഹി ഈസ് ട്രൂലി എ ക്രിസ്ത്യൻ ഋഷി. ഹൈന്ദവർ വിളിക്കുന്ന ഋഷി എന്ന് പറയുന്ന വാക്ക് ഉപയോഗിച്ചിട്ടാണ് വട്ടശ്ശേരി തിരുമേനിയെ CF ആൻഡ്രൂസ് വിളിക്കുന്നത്. ഹി ഈസ് എ റിയൽ ക്രിസ്ത്യൻ ഋഷി. മഹർഷി തുല്യനാണെന്ന് CF ആൻഡ്രൂസ് സർട്ടിഫിക്കറ്റ് എഴുതി ആ 9 ദിവസം കഴിഞ്ഞിട്ട്. CF ആൻഡ്രൂസിന്റെ ഓട്ടോബയോഗ്രഫി എടുത്ത് വായിക്കുമ്പോൾ മഹാത്മാഗാന്ധിയെ പറ്റി മറ്റു പലരെ പറ്റിയും പേജുണ്ട്, പക്ഷെ വട്ടശ്ശേരി തിരുമേനിയെ പറ്റി ഒരു ചാപ്റ്റർ എഴുതി ചേർത്തിരിക്കുന്നു. അതാണ് CF ആൻഡ്രൂസിനെ പോലെ ഒരാളിൽ പോലും തിരുമേനിക്ക് ഉണ്ടാക്കാൻ പറ്റിയ ആ വലിയ ഇംപ്രഷൻ എന്ന് പറയുന്നത്. 6ാമതായി തിരുമേനിയുടെ വലിയൊരു കഴിവ് ശത്രുക്കളെ കൈകാര്യം ചെയ്യുമ്പോഴാണ്. ശത്രുക്കളെ നമ്മളൊക്കെ പരാജയപ്പെടുന്നത് നമ്മളോട് വിരോധമുള്ളതിനെ കൈകാര്യം ചെയ്യുമ്പോഴാണ്. തിരുമേനിയുടെ അസാമാന്യ കഴിവ്. തിരുമേനിയെ പറ്റി എൻ്റെ ഒരു 10-12 പുസ്തകമുണ്ട്, അത് ഓരോന്നും വായിക്കുമ്പോൾ ഞാൻ അമ്പരന്ന് പോവാണ്. പത്രികീസ് തിരുമേനിയോട് വ്യത്യാസമുണ്ട്, ആശയങ്ങളിൽ വ്യത്യാസമുണ്ട്. പക്ഷെ തിരുമേനി പങ്കെടുക്കുന്ന മീറ്റിങ്ങിൽ വെച്ച് ആരോ എഴുന്നേറ്റ് നിന്ന് പാത്രീസ് ബാവയ്ക്കെതിരെ എന്തോ പറഞ്ഞു. തിരുമേനി പറഞ്ഞു, ഒരക്ഷരം സംസാരിച്ചേക്കരുത്, ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കണം, പറയാൻ പറ്റാത്ത ഒന്നും പറയാൻ പാടില്ല. ഈ സ്റ്റോപ്ഡ് ഹിം. അതുകൊണ്ട് പിന്നെ മലങ്കര സഭയിൽ ഒരു സ്റ്റേജിലും പാത്രീസ് ബാവയ്ക്കെതിരെ ഒരക്ഷരം സംസാരിച്ചില്ല. പാത്രീസ് ബാവയോട് വന്നു 32-ൽ മഞ്ഞനിക്കരയിൽ വെച്ച് മരിച്ചു. വിവരം അറിഞ്ഞപ്പോൾ 12 കിലോമീറ്റർ അടുത്തുള്ള പുത്തങ്കാവിലെ കൊച്ചു തിരുമേനി അവിടെ ചെന്നു. അവിടെ ചെന്ന ശേഷം സഭാ പിതാവിന് അർഹമായ പ്രാർത്ഥനകൾ അവിടെ ചൊല്ലി. പ്രാർത്ഥനയുടെ പേരൊന്നും എനിക്ക് ഓർമ്മയില്ല. ചൊല്ലി എല്ലാവരും അമ്പരന്ന് പോയി. സഭ പിളർന്ന് വൈരാഗ്യത്തിൽ നിൽക്കുകയാണ്. തുമ്പമ്പള്ളി തുറന്നു കൊടുത്തില്ല. അത് കഴിഞ്ഞിട്ടാണ് മഞ്ഞനിക്കകത്ത് നിന്ന് കവറടങ്ങുന്നത് പാത്രീസ് ബാവ. അത് കഴിഞ്ഞ് പുത്തങ്കാവ് കൊച്ചു തിരുമേനി വട്ടശ്ശേരി തിരുമേനിയെ കാണാൻ ചെന്നു. അപ്പോ കബറടക്കത്തിന് പോയി അല്ലേ, ഏതൊക്കെ പ്രാർത്ഥന ചൊല്ലി? സഭാപിതാവിന് വേണ്ട പ്രാർത്ഥന, സഭാ നേതാവിന് വേണ്ട പ്രാർത്ഥന, സഭാ തലവിന് വേണ്ട പ്രാർത്ഥന ചൊല്ലിയെന്ന് പറഞ്ഞു. ശരി, നല്ലത് എന്ന് പറഞ്ഞു. നമ്മുടെ കൂടെ നിൽക്കുന്നൊരു മെത്രാൻ അപ്പുറത്ത് പോയി പാത്രീസിന് സഭാ നേതാവിന്റെ പ്രാർത്ഥന ചൊല്ലിയത് ശരിയെന്ന് പറഞ്ഞു. 34 ഭരണഘടന ഉണ്ടാക്കി. പാത്രീസിനെ സഭാതലവനാക്കി വെച്ചിട്ട് ഭരണഘടന ഉണ്ടാക്കി. അതുകൊണ്ടാണ് സുപ്രീം കോടതി അപ്രൂവ് ചെയ്തത്. 1 സൈഡഡ് ഭരണഘടനയാണെങ്കിൽ നിൽക്കത്തില്ലായിരുന്നു. ഇവിടെയാണ് വട്ടശ്ശേരി തിരുമേനിയുടെ മഹത്വം എന്ന് പറയുന്നത്. ഓപ്പോസിഷനിലുള്ളവരെയും വളരെ ഭംഗിയായി കൈകാര്യം അറിയാം. വട്ടശ്ശേരി തിരുമേനി ചുണ്ടി വന്ന് ഒരു പള്ളിയിലോ ഒരു സ്ഥലത്തോ വെച്ചിട്ട് ഒരാളിനെയും ആക്രോശിക്കുകയോ ഒരൊറ്റ പാഴ്വാക്ക് വട്ടശ്ശേരി തിരുമേനിയുടെ വായിന്ന് വന്നതായിട്ട് ചരിത്രത്തിലില്ല. ഒരൊറ്റ ബേസ് വേർഡ്
തിരുമേനിയുടെ വായിൽ നിന്ന് വന്നില്ല. തന്നെയുമല്ല, തിരുമേനിയുടെ കൺവേർഷൻസ് ഭയങ്കര അത്ഭുതമാണ്. തിരുമേനിയെ കൊല്ലാൻ വേണ്ടി ഒരു കൊലപാതകയെ വിട്ടു. അവൻ ഏണിയെല്ലാം കയറി മേളിൽ ചെന്നപ്പോൾ തിരുമേനി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അവന്റെ മൊഴി പോലീസിന് കിട്ടിയത് ഞാൻ വായിച്ചിട്ടുണ്ട്. അവന്റെ മൊഴി അവൻ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. തിരുമേനിയുടെ തലയുടെ ചുറ്റും ഒരു പ്രഭാവലയം. തിരുമേനിയെ കറക്റ്റ് കാണാൻ പറ്റാതെ എൻ്റെ കണ്ണിന് മങ്ങൽ ഉണ്ടായിരുന്നാണ്. അവസാനം അവൻ മാനസാന്തരപ്പെട്ട് തിരുമേനിയുടെ അനുഗ്രഹം പിന്നീട് ഒന്ന് വാങ്ങിച്ചു. അവനാണ് പോലീസിൽ മൊഴി കൊടുത്തത്. അവനെ കൊല്ലാൻ വിട്ട കഥയല്ല. അപ്പൊ കൊല്ലാൻ വന്നവനെ കൺവേർട്ട് ചെയ്യാൻ തിരുമേനിക്ക് പറ്റിയെന്നുള്ളതാണ്. ഇത് സാധാരണക്കാർക്ക് പറ്റുന്നൊരു കാര്യമല്ല. അതിന് ഓപ്പണന്റിനെ കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഒരു പള്ളിയിൽ തിരുമേനി ചെല്ലുമ്പോൾ ശാരീരികമായി ഒന്ന് ആക്രമിക്കണമെന്നൊരു അച്ഛനും ഒരച്ഛൻ്റെ കൂടെ നിൽക്കുന്ന ആളോട് തീരുമാനിച്ചു. തിരുമേനി വരുന്ന മീറ്റിങ്ങിന് അവര് വണ്ടിയിൽ വന്നു. വരുന്ന വഴിക്ക് ആ വണ്ടിക്ക് ആക്സിഡൻ്റായി. രണ്ടുപേർക്കും പരിക്ക് പറ്റി ആശുപത്രിയിലെത്തി. തിരുമേനി ആശുപത്രി ചെന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ആശുപത്രി പോകാൻ തുടങ്ങിയ എല്ലാവരും പറഞ്ഞു പോകരുത്, തിരുമേനിയെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി യുവമാർ രണ്ടെണ്ണം വന്നെന്ന്. അതൊക്കെ വേറെ കാര്യം, അതൊക്കെ ദൈവം നോക്കിക്കോളും. തിരുമേനി പോയി അവരോട് പ്രാർത്ഥിച്ച് ആ രണ്ടുപേരുടെയും ചെലവ്, മെഡിക്കൽ എക്സ്പെൻസസ് മുഴുവൻ വട്ടശ്ശേരി തിരുമേനി നിർവഹിച്ചു. ഇവിടെയാണ് ഒരു മനുഷ്യന്റെ മഹത്വം എന്ന് പറയുന്നത്. ഒരു തിരുമേനി അദ്ദേഹത്തെ അറ്റാക്ക് ചെയ്യാൻ വന്ന അച്ഛനെയും കൂടെ വന്ന ആളിനെയും പരിക്ക് പറ്റിയ ആശുപത്രിയിൽ ചെന്ന് ചികിത്സിച്ചൊന്നും പ്രാർത്ഥിച്ചൊന്നും മാത്രമല്ല, അതിന്റെ മുഴുവൻ ചെലവും സഭയുടെ പേരിൽ ചെലവഴിച്ചു. ഇനി ആറാമതായി തിരുമേനിയിൽ നിന്ന് പഠിക്കേണ്ട വലിയൊരു പാഠം അദ്ദേഹത്തിന്റെ അക്കൗണ്ടിങ് സിസ്റ്റമാണ്. ഇതും ചരിത്രത്തിൽ വായിച്ചപ്പോൾ അമ്പരന്ന് പോയി. തിരുമേനിക്ക് അക്കൗണ്ട് ഒരേ പേജിലായിരിക്കും, പക്ഷെ 2 അക്കൗണ്ട് എഴുതപ്പെടും. തിരുമേനിക്ക് ആരെങ്കിലും ഒരു കൈസൂരി കൊടുത്താലോ ഒരു കൈമുടക്ക് കൊടുത്താലോ അതെല്ലാം കണക്കിലുണ്ട്. ഒറ്റ പൈസ വട്ടശ്ശേരി കുടുംബത്തിൽ ആർക്കും കിട്ടിയിട്ടില്ല. അത് സെപ്പറേറ്റ് അക്കൗണ്ടാണ്. കുടുംബത്തിൽ ആരെങ്കിലും സഹായം വന്ന് ചോദിച്ചാലും പറയും എൻ്റെ കയ്യിലുള്ള പൈസ എൻ്റെ പേഴ്സണലല്ല, അത് സഭയുടേതാണ്. അദ്ദേഹത്തിനുള്ളതെല്ലാം സഭയ്ക്ക് കൊടുത്തു. ഓരോ മാസം എൻഡ് ചെയ്യുമ്പോഴും ഒഫീഷ്യൽ അക്കൗണ്ടും പേഴ്സണൽ അക്കൗണ്ടും സെപ്പറേറ്റ് ആണ്, കംപ്ലീറ്റ്ലി സെപ്പറേറ്റ്. ഇങ്ങനെ ഒരാളിനെ എനിക്ക് വേറെ അറിയാവുന്ന ഒരാള് മുസ്ലിങ്ങളുടെ പ്രഗത്ഭനായ സലാഡിനാണ്, സലാഹുദ്ദീൻ അയ്യൂബ്, കുരിശുദ്ധ കാലത്തെ രാജാവ്. അങ്ങനെ ഈ 2 അക്കൗണ്ടും സെപ്പറേറ്റ് ആയിരുന്നു. അതുകൊണ്ട് ഓരോ മാസവും തിരുമേനിയുടെ പേഴ്സണൽ അക്കൗണ്ടും ഒഫീഷ്യൽ അക്കൗണ്ടും വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കും. ആ അക്കൗണ്ടിങ് സിസ്റ്റം കാരണം ഒരൊറ്റ മിസ്അപ്രോപ്രിയേഷൻ തിരുമേനിയുടെ അഡ്മിനിസ്ട്രേഷന്റെ കാലത്ത് മലങ്കര സഭയിൽ ഉണ്ടായില്ല. ഒറ്റ പ്രശ്നമില്ല. തിരുമേനി ഇങ്ങനെയാണെന്ന് അറിയാവുന്നതുകൊണ്ട് എല്ലാവരും അതനുസരിച്ച് പോയിരുന്നു. തിരുമേനിയുടെ സെക്രട്ടറിയുടെ വളരെ പ്രത്യേകമായ ഒരു നോട്ട് തിരുമേനിയുടെ ഡ്രസ്സിങ് ഹാബിറ്റിനെ പറ്റിയാണ്. തിരുമേനി മെത്രാന്മാരും അച്ഛന്മാരും എല്ലാം ശുഭ്രവസ്ത്രധാരിയായിരിക്കണം. ദൈവത്തിന്റെ ക്വാളിഫിക്കേഷനാണ്. ശുഭ്രവസ്ത്രധാരിയായി എൻ്റെ പ്രിയൻ വരുന്നു. അതുകൊണ്ട് തിരുമേനിയുടെ കുപ്പായത്തിനകത്ത് സ്പെക്ക് ഓഫ് എ ഡസ്റ്റ് പോലും ഉണ്ടാവാൻ പാടില്ല. തിരുമേനിക്ക് വലിയ നിർബന്ധമാണ്. 12 കുപ്പായമുണ്ട് തിരുമേനിക്ക്, 12 എണ്ണം. കൂടുതലുമില്ല കുറവുമില്ല. അതിലേതെങ്കിലും ഒരു കുപ്പായം കീറുകൊല്ലം ചെയ്താൽ ഒരു കുപ്പായം വാങ്ങിക്കും, പക്ഷെ 12 എക്സീഡ് ചെയ്യത്തില്ല. കർത്താവിന് 12 ശിഷ്യന്മാരായിരുന്നു, അതുകൊണ്ട് കറക്റ്റ് 12 കുപ്പായം. ഒരു കുപ്പായം എടുത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉടൻ തന്നെ അത് കഴുകി 12ാമത്തെ കുപ്പായത്തിന് അടിയിൽ കൊണ്ടുവെക്കും. അതുകൊണ്ട് ഓരോ കുപ്പായവും തിരുമേനി ഉപയോഗിച്ചത് ഈക്വൽ നമ്പർ ഓഫ് ടൈംസ് ആണ്. ചില ആളുകൾ നനച്ചാൽ അങ്ങോട്ട് മേളി വെക്കും, അത് പിന്നെയും എടുക്കും. ഏറ്റവും അടിയിരിക്കുന്ന ഷർട്ട് ചിലപ്പം മാസങ്ങൾ അവിടെ ഇരുന്നു പോകും, അത് അവസാനം പൊടിഞ്ഞും പോകും. തിരുമേനി 12 കുപ്പായങ്ങൾ വളരെ മെറ്റിക്കുലസ് ആയി 1, 2, 3 എണ്ണ ഇട്ടിരിക്കുകയാണ്. എണ്ണ ഇട്ടിട്ട് ആ എണ്ണ അനുസരിച്ച് തന്നെ ഉപയോഗിക്കും. അത് കഴിഞ്ഞ് 12ാമത്തെ അടി കൊണ്ടുവരും. 2ാമത്തത് കഴുകി കഴിഞ്ഞാൽ അത് കറക്റ്റാണ്. സാധാരണ നമ്മുടെയൊക്കെ ഡ്രസ്സ് ഭാര്യമാരാണ് നോക്കുന്നത്. ഈ തിരുമേനി ഇത്രയും വലിയ സഭയിലെ പ്രശ്നങ്ങൾ, അഡ്മിനിസ്ട്രേഷന്റെ പ്രോബ്ലംസ് മുഴുവൻ, കോടതിയിലെ കേസുകൾ മുഴുവൻ മാനേജ് ചെയ്യുന്ന തിരുമേനി തൻ്റെ ഡ്രസ്സിനെ പറ്റിയും അതിൻ്റെ ഓർഡറിനെ പറ്റിയും ഇത്ര മെറ്റിക്കുലസ് ആയി ചിന്തിച്ചിരുന്നതാണ്. ഇത് അഡ്മിനിസ്ട്രേറ്റീവ് പോസ്റ്റ് ഇരിക്കുന്നവര് അനുകരിക്കേണ്ട ഒരു സംഭവമാണ്. ഇത് വായിച്ച ശേഷം ഞാൻ എൻ്റെ ഡ്രസ്സ് ഇതുപോലെ ഉപയോഗിക്കാൻ തുടങ്ങി. എന്തൊരു മെനക്കെടാന്നറിയോ, ഭയങ്കര മെനക്കെടാണ്. പക്ഷേ തിരുമേനിയുടെ ആ സിസ്റ്റം
ഏതൊരു മനുഷ്യനും കോപ്പ് ചെയ്യേണ്ട ഒരു സിസ്റ്റമാണ്. നമ്മൾ ഇറങ്ങി റോഡിൽ ചെല്ലുമ്പം നമ്മളെ കാണുന്ന ജനം നമ്മൾ ശുഭ്രവസ്ത്രധാരിയായിരിക്കണം. പ്രത്യേകിച്ചൊരു ബിഷപ്പാണ്, ശുഭ്രവസ്ത്രധാരിയായിരിക്കണം. ആ രീതിയിൽ അത് ഓർഗനൈസ് ചെയ്യാനായിട്ട് തിരുമേനിക്ക് കഴിഞ്ഞിരുന്നു. മെറ്റിക്കുലസായ ഒരു ജീവിതചര്യ നമ്മളെ പഠിപ്പിക്കുകയാണ്. തിരുമേനിയുടെ പുസ്തക രചന, ആ പുസ്തകം വായിക്കുന്നതും എന്നെ അമ്പരപ്പിച്ച ഒരു ഭാഗമാണ്. അതെന്താന്ന് ചോദിച്ചാൽ, തിരുമേനി ഓട്ടോബയോഗ്രഫിക്കലായി പറഞ്ഞൊരു കാര്യം റെക്കോർഡ് ചെയ്തിരിക്കുകയാണ്. തിരുമേനിയുടെ കഴിവും ഭാഷാപരമായ കഴിവും പഠിക്കുന്ന സമയത്ത് നല്ല മാർക്ക് കിട്ടുന്ന കുട്ടിയായതുകൊണ്ട് തിരുമേനിയുടെ മുത്തച്ഛൻ അദ്ദേഹത്തിന് കുറേയേറെ ഉപദേശങ്ങൾ കൊടുക്കുമായിരുന്നു. ആ ഉപദേശങ്ങളുടെ കൂട്ടത്തിൽ ഗ്രേറ്റ് മെന്നിന്റെ ബയോഗ്രഫീസ് വളരെ കൃത്യമായി തിരുമേനിക്ക് പറഞ്ഞു കൊടുത്തിരുന്നു. മുത്തച്ഛൻ പറഞ്ഞു കൊടുക്കുന്ന ബയോഗ്രഫീസിൽ നിന്ന് ഒരു 8-10 എണ്ണം തിരുമേനിയുടെ എഴുത്തിലും വന്നിട്ടുണ്ട്, തിരുമേനിയുടെ ഡയറി കുറിപ്പിലും വന്നിട്ടുണ്ട്. ഇത് അദ്ദേഹത്തിന്റെ ഈ പുസ്തകങ്ങളൊക്കെ പബ്ലിഷ് ചെയ്തപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. അതിൽ വേദപുസ്തകത്തിലെ സെന്റൻസും ഈ മഹാന്മാരുടെ പുസ്തകത്തിലുള്ള സെന്റൻസും അദ്ദേഹം കോറിലേറ്റ് ചെയ്യും, വളരെ കൃത്യമായിട്ട് കോറിലേറ്റ് ചെയ്യും. ഇത് തിരുമേനി പറയുന്ന സമയത്ത്, തിരുമേനി ഒരു അച്ഛനെ ഉപദേശിക്കുന്ന സമയത്താണ് ഈ അനക്ഡോട്ട് പറയുന്നത്. എന്നിട്ട് തിരുമേനി അച്ഛനോട് പറയുകയാണ്, നീ ഡി വാലറെ പറ്റി കേട്ടിട്ടില്ലേ? ആ ഡി വാലറ അയർലൻഡിലെ പ്രസിദ്ധനായ നേതാവാണ്. അദ്ദേഹത്തിന് അയർലൻഡിന് സെപ്പറേറ്റ് രാജ്യമാക്കണം, ബ്രിട്ടീഷ് പാർലമെന്റ് സമ്മതിക്കുകയില്ല. ഡി വാലറ പാർലമെന്റിൽ ചെന്ന് പ്രസംഗിക്കാൻ തുടങ്ങി. രാവിലെ 9:30 തുടങ്ങി വൈകിട്ട് 4 വരെ പ്രസംഗം. പിറ്റേ ദിവസം രാവിലെ 9:30 തുടങ്ങും, വൈകിട്ട് 4 വരെ പ്രസംഗം. 4 ദിവസം കഴിഞ്ഞ് ബ്രിട്ടീഷ് പാർലമെന്റ് ഒരു നിയമം പാസ്സാക്കി. ഓരോ മെമ്പർക്കും സംസാരിക്കാനുള്ള സമയം ഫിക്സ്ഡ് ആണ്, ഓരോ പാർട്ടിക്കും സംസാരിക്കാനുള്ള സമയം ഫിക്സ്ഡ് ആണ്. അങ്ങനെ ഒരു നിയമം അസംബ്ലിക്കും പാർലമെന്റും വന്നത് ഈ ഡി വാലറയുടെ 4 ദിവസത്തെ പ്രസംഗം കഴിഞ്ഞപ്പോഴാണ്. അല്ലെങ്കിൽ ഇവൻ പ്രസംഗം നിർത്തുകയില്ലെന്ന് അവർക്ക് മനസ്സിലായി. ഈ ഡി വാലറ തൻ്റെ അനുയായിയോട് പറയുന്ന ഒരു സംഭവം തിരുമേനി ഈ അച്ഛനോട് കോട്ട് ചെയ്യാണ്. എന്താണ്? ഡി വാലറുടെ മുത്തശ്ശി മിഷായേൽ എന്ന് പറയുന്ന സ്ത്രീ, ആ സ്ത്രീ ഡി വാലറ എന്ന കൊച്ചു പയ്യനോട് പറഞ്ഞു കൊടുത്തു, മോനെ, നിന്റെ ഭാഷാചാതുര്യവും പ്രസംഗ ചാതുര്യവും കണ്ടിട്ട് നീ ഒരു രാഷ്ട്രീയ നേതാവാണെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യണം, നെവർ ഫോളോ എനിബഡി എൽസ്. ഇഫ് യു വാണ്ട് എവരിബഡി എൽസ് ടു ഫോളോ യു, നെവർ ഫോളോ എനിബഡി എൽസ്. അതുകൊണ്ട് പള്ളിയിലെ സെക്രട്ടറി പറഞ്ഞു, മറ്റേ ആൾ ഇങ്ങനെ പറഞ്ഞു, നീ പള്ളിയുടെ അഡ്മിനിസ്ട്രേഷൻ മുഴുവൻ ഇങ്ങനെ തിരിച്ചു വിട്ടാലുണ്ടല്ല, വികാരി അച്ഛനായിട്ട് നീ ഫെയിൽഡറായി പോകും. ഇഫ് യു വാണ്ട് ടു ലീഡ് ദ ചർച്ച്, ഡോണ്ട് ഫോളോ എനിബഡി എൽസ് എന്ന് പറഞ്ഞ് തിരുമേനി ഉപദേശിക്കാം. ഇപ്പൊ എന്നെ അമ്പരപ്പിച്ചെന്ന് വെച്ചാൽ 1928 ഡി വാലറ അയർലൻഡിന്റെ നേതാവാകുന്നത്. തിരുമേനി മരിക്കുന്നത് 1934 1932 ഡി വാലറയുടെ 1928 ശേഷം എഴുതിയൊരു പുസ്തകം കേരളത്തിൽ ഇരിക്കുന്ന വട്ടശ്ശേരി തിരുമേനി എങ്ങനെ വായിച്ചു. നമുക്കിപ്പോഴും നെറ്റുണ്ട്, മറ്റൊരുപാട് സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ ഉണ്ട്. പക്ഷേ അയർലൻഡിൽ നിന്നുള്ളൊരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രഫിയുടെ സെച്ചസ് കേരളത്തിലെത്തിയിട്ട് വട്ടശ്ശേരി തിരുമേനി 28 നടന്ന സംഭവം 32 പുസ്തകത്തിൽ വായിച്ച ശേഷം 32 അച്ഛനെ ഉപദേശിക്കാം. അപ്പോൾ തിരുമേനിയുടെ ആ റീഡർഷിപ്പ് എത്ര വാസ്റ്റാന്നുള്ളതാണ്. കോണ്ടിനെൻസിനപ്പുറത്തുള്ള ഒരു വലിയ റീഡർഷിപ്പ് ഉണ്ടായിരുന്നു. പുസ്തകം വായിക്കാനുള്ള കഴിവ്, വായിച്ചിട്ടത് ഗ്രഹിച്ച് കറക്റ്റ് അച്ഛനോട് ആ ഡി വാലറുടെ പുസ്തകം ഡി വാലറുടെ മുത്തശ്ശി മിഷേൽ പറഞ്ഞു കൊടുത്തത് തിരുമേനി കോട്ടിയാണ്. അപ്പൊ തിരുമേനിയുടെ വിശാലമായ വായന നമ്മളെ അമ്പരപ്പിക്കുന്ന ഒരു ഫാക്ടറാണ്. ഹൗ ഇങ്ങനൊരു വായനയും അത് ഹൃദയസ്ഥമാക്കി പറഞ്ഞു കൊടുക്കാനും കഴിയുന്ന ഒരു സംഭവമാണ്. പിന്നെ തിരുമേനി പറഞ്ഞൊരു കാര്യം എന്നെ വളരെ സ്വാധീനിച്ച ഒരു കാര്യമാണ്. തിരുമേനി പ്രസംഗത്തിന്റെ ദൈർഘ്യം കൂടാൻ പാടില്ല എന്ന് തിരുമേനിയെ കാണാൻ പോകുന്ന 5-8 അച്ഛന്മാരോട് പറഞ്ഞു കൊടുക്കാൻ. ഞങ്ങൾ ഈ പ്രസംഗിക്കുന്നൊരു കുഴപ്പമുണ്ട്, ഈ കുന്തം മുമ്പിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ കൺട്രോൾ ഇല്ല, പൊക്കോളായി മണിക്കൂറോളം. അപ്പൊ ഏതെങ്കിലും ഒരു അച്ഛനെ പറ്റി ഇടവക്കാർ ആരാണ്ട് തിരുമേനിയോട് പറഞ്ഞിട്ടുണ്ടാവണം.
പക്ഷെ അച്ഛനെ പേര് പറയാതെ മുമ്പിൽ വന്ന് അച്ഛന്മാരോട് സംസാരിക്കുന്ന കൂട്ടത്തിൽ തിരുമേനി പറയാൻ, നമ്മൾ പഠിപ്പിക്കുന്ന ഈ തിയോളജിയും ഫിലോസഫിയും ഉണ്ടല്ലോ വളരെ കട്ടിയുള്ള വിഷയങ്ങളാണ്. അതങ്ങ് ദീർഘമായി പറഞ്ഞാലേ അവർക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. തന്നെയല്ല നമ്മുടെ സ്ത്രീകൾ പള്ളി വന്നിട്ട് അധിക സമയം പള്ളിക്കകത്തിരിക്കാണ്. വീട്ടുകാരുണ്ട്, നാട്ടുകാരുണ്ട്, വയലിലെ കാര്യങ്ങളുണ്ട്, അതൊക്കെ നോക്കണ്ടേ. അതുകൊണ്ട് പ്രസംഗം അധികം നീട്ടരുത് എന്നൊരു ഉപദേശം വട്ടശ്ശേരി തിരുമേനി അച്ഛന്മാർക്ക് കൊടുക്കാൻ. ഇത് കണ്ട് പുസ്തകം വായിച്ചുകൊണ്ടിരുന്ന ഞാനങ്ങ് ചിരിച്ചുപോയി. കാരണം എനിക്ക് മാതൃകയാക്കേണ്ട ഒരു സാധനമാണ് ഈ തിരുമേനി പറഞ്ഞിരിക്കുന്നത്. റെഡ്യൂസ് ദ ടൈം ഓഫ് ദ സ്പീച്ച്. ഇഫ് യു സ്പീക്ക് ഫോർ ലോങ് ടൈം ക്രൗഡിന് അത് പിടിച്ചേക്കാൻ പറ്റിയില്ല, ചിലപ്പോൾ ബോറടിച്ച് പോകുമെന്നുള്ളതാണ്. വളരെ കൃത്യമായ ഒരു ഉപദേശം തിരുമേനി അച്ഛന്മാർക്ക് പാസ് ചെയ്യുന്നു. അപ്പോൾ ഓട്ടോബയോഗ്രഫി സ്കെച്ച് എടുക്കുമ്പം നമുക്ക് വളരെ കൃത്യമായി തിരുമേനിയുടെ വ്യത്യസ്തമായ അഡ്മിനിസ്ട്രേഷൻ്റെ വിവിധ ഭാവങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും. തിരുമേനിക്ക് ഈ വേൾഡ് ജോഗ്രഫി വളരെ കൃത്യമായിരുന്നു. കേരളത്തിലെ തിരുമേനിമാരുടെ പ്രസംഗങ്ങളിലൊക്കെ ഇന്ത്യയും അന്ത്യോക്യയും കുറേ സ്ഥലമൊക്കെ അറിയാം. പക്ഷെ തിരുമേനി പ്രസംഗത്തിൽ ഭൂഖണ്ഡങ്ങൾക്ക് കാര്യങ്ങളെ പറ്റി കൃത്യമായി മനസ്സിലാക്കി പ്രസംഗിക്കുകയാണ്. ഇത് നമ്മളെ അമ്പരപ്പിക്കുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് തിരുമേനി അനുസ്മരിക്കുമ്പോൾ ഒരു മൾട്ടി ഫേസറ്റഡ് പേഴ്സണാലിറ്റിയെ ഓർക്കുന്ന ഒരു വലിയ അനുഭവം അതിൻ്റെ പിന്നിലുണ്ട്. മഹാന്മാരിൽ പലരും പതിറ്റാണ്ടുകൾ കഴിയുമ്പോൾ വെയിൻ ചെയ്ത് പോവുകയാണ്. പക്ഷേ തിരുമേനിയുടെ ടോംബിൽ തൻ്റെ പിൻഗാമി എഴുതി വച്ചിരിക്കുന്ന പ്രസിദ്ധമായ വാചകം എന്നെ അമ്പരപ്പിച്ച ഒന്നാണ്. ടൈം വിൽ നോട്ട് ഫെയ്ഡ് ഹിസ് ഗ്ലോറി എന്നുള്ളതാണ്. ഈ മഹാന്റെ മഹത്വം കാലം കഴിഞ്ഞു പോകുമ്പോൾ കുറഞ്ഞു പോവുകയില്ല എന്നുള്ളതാണ്. സാധാരണ ആളുകളുടെ ഗ്ലോറി കുറയും, വട്ടശ്ശേരി തിരുമേനിയുടെ ഗ്ലോറി കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. മലങ്കര സഭയുടെ ചരിത്രത്തിൽ മലങ്കര സഭയ്ക്ക് തണലായി മഹാനായ ഈ വടവൃക്ഷത്തെ ദൈവം തന്നു. അത് നൂറ്റാണ്ടുകൾ കഴിയുന്തോറും ഈ സഭയ്ക്ക് വലിയ തണൽ കിട്ടുന്ന മഹത്തായ ഒരു ഓർമ്മയായി തീരട്ടെ. ഈ വിശുദ്ധന്റെ മധ്യസ്ഥം നമുക്ക് ഏവർക്കും അത്ഭുതകരമായ ഒരു അനുഭവമാവട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു.